സങ്കീർത്തനം 67:1 പറയുന്നു, ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, ഏറ്റവും സന്തോഷത്തോടു കൂടിയിട്ട് നിങ്ങളേവരെയും മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതിനേക്കാൾ ഉപരി നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന മറ്റൊരു സ്നേഹപ്രവൃത്തിയും ഇല്ല എന്ന് നാം മനസ്സിലാക്കുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കുക, തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരൻ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും മറ്റുള്ളവരുടെ ദുരിതങ്ങളിലും ദുഃഖങ്ങളിലും വേദനകളിലും ആശ്വാസം നൽകുക എന്നതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യം വളരെ വലുതാണ്. നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന്, നമ്മുടെ ജീവിതത്തിലെ ദാനങ്ങൾ ലഭിക്കുന്നതിന്, നമ്മുടെ ജീവിതത്തിലെ വരങ്ങൾ ലഭിക്കുന്നതിന് ഏറ്റവും പ്രധാനമായി വേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഈ മധ്യസ്ഥ പ്രാർത്ഥന അതിൻ്റെ ഉത്തരവാദിത്തത്തോടും ഗൗരവത്തോടും കൂടി ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വേണ്ടപ്പെട്ടവരിലും നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലയിലും നമ്മൾ ആയിരിക്കുന്ന മേഖലയിലും ഒക്കെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ചെയ്യുമെന്നത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സ്നേഹമുള്ളവരെ, വേദനിക്കുന്ന കുടുംബങ്ങളെ, നമ്മളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള ആളുകളെ നാം വ്യക്തിപരമായിട്ട് ഓർക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അവരുടെ ജീവിതത്തിലെ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മുടേതെന്ന പോലെ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് അനുഗ്രഹം ദൈവം നൽകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങളുണ്ടാകും. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ നാം അവിടുത്തെ വലിയ വചനം നമ്മൾ ഓർക്കണം. യെശയ്യാ 58:8 പറയുന്നു, അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും, നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. പക്ഷേ അതിന് കർത്താവ് ഒരു നിബന്ധന വെക്കുന്നുണ്ട്. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെയകറ്റുക. ദൈവം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. കർത്താവിനെ സ്തുതിക്കുന്ന നാവ് കൊണ്ട് മറ്റൊന്നും വ്യർത്ഥമായി പറയാതിരിക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഇത് വചനം പറയാനാണ്. ആ വചനത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ എന്നേക്കും നിലനിൽക്കും എന്ന് കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്. നാം കർത്താവിലാണ് വിശ്വസിക്കുന്നത്, കർത്താവിൻ്റെ വചനത്തിലാണ് വിശ്വസിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഒക്കെ സംഭവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ദുർഭാഷണവും കുറ്റാരോപണവും മർദ്ദനവും. ഇതെല്ലാം നമ്മൾ ശാരീരികമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കരുത്. നമ്മുടെ മനസ്സുകൊണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള അകൽച്ചയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കണം. സ്നേഹമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അത്തരത്തിലുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റി കളയുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കും. നാം പ്രാർത്ഥിക്കുന്നവരുടെ മേൽ അനുഗ്രഹങ്ങൾ നൽകും. നാം ആർക്കു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു അവരെ ദൈവം അനുഗ്രഹിക്കും. അവരുടെ അനുഗ്രഹത്തിലൂടെ നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും നമ്മുടെ ജീവിത പങ്കാളികളും നമ്മുടെ മക്കളും ഒക്കെ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ജോലി മേഖല അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടും. നമ്മളായിരിക്കുന്ന മേഖല അനുഗ്രഹിക്കപ്പെടും. എല്ലാത്തിലും കർത്താവിന്റെ കരുണ ഒഴുകും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മളിൽ വന്നിരിക്കുന്ന പോരായ്മകൾ മാറ്റിക്കൊണ്ട് നമ്മൾ കർത്താവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അനുഗ്രഹം നമ്മുടെ പിന്നാലെയുണ്ട്. ക്രൈസ്തലുണ്ട്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശു മഹത്വം. ആയതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടുള്ള എല്ലാ വ്യക്തികളെയും സമർപ്പിക്കാം. നമുക്ക് കമന്റുകളിലൂടെയും അതുപോലെ തന്നെ മറ്റ് മെസ്സേജുകളിലൂടെയും ഒക്കെ നമുക്ക് പ്രാർത്ഥന സഹായം വന്നിട്ടുള്ള എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിലൊക്കെ കർത്താവിന്റെ വലിയ ശക്തി, കർത്താവിന്റെ വലിയ കരുണ, കർത്താവിന്റെ വലിയ കൃപ ഒഴുകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മളോട് പ്രത്യേകം പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒത്തിരി മക്കൾ, അവരുടെ കടബാധ്യതകൾ, അവരുടെ വേദനകൾ, അവരുടെ ജോലി മേഖലയിലുള്ള തടസ്സങ്ങൾ, അവരുടെ വിസയിലുള്ള തടസ്സങ്ങൾ, അവരുടെ വിദേശ ജോലിക്കുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണ ഒഴുകണമെന്ന് പ്രാർത്ഥിക്കാം. അവരെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ രോഗികളായി വേദനിക്കുന്ന വ്യക്തികൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്ദി പറഞ്ഞിട്ടുണ്ട് അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയാം. കർത്താവ് പ്രവർത്തിച്ച അത്ഭുതത്തിന് നന്ദി പറയാം. അതോടൊപ്പം രോഗികളായി വേദനിക്കുന്ന മക്കൾ, പ്രത്യേകിച്ച് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ രോഗങ്ങളിലൊക്കെ ആശ്വാസം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. അവരുടെ രോഗങ്ങളിൽ അവിടുന്ന് കടന്നു വരണമേ, അവരുടെ രോഗങ്ങളിൽ അവർക്ക് സമാധാനം നൽകണമേ, അവർക്ക് ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ഇന്റർവ്യൂകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരായിരിക്കുന്ന മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർക്ക് ഇടപഴകുന്ന അവരുടെ കൂട്ടുകാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തിന്മയുടെ ആ കരാളഹസ്തത്തിലേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ അവരെ നന്മയിലേക്ക് നയിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ചാനലിന്റെ അരങ്ങിലും അണിയറയിലുമുള്ള എല്ലാ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ഇടപെടണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ആവശ്യങ്ങളിൽ കർത്താവ് ഇടപെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ചാനലിനെ മറ്റുള്ളവരുടെ ആശ്വാസവും അത്താണിയുമായിട്ട് വളർത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് നമുക്കൊന്ന് സ്തുതിച്ച്
പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത, മറ്റുള്ളവർക്ക് ഉതപ്പില്ലാത്ത രീതിയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലൊന്ന് പ്രാർത്ഥിക്കുക. യേശുവെ സ്തുതിക്കുന്നവർ, ആരാധിക്കുന്നവർ മോത്തപ്പെടുന്നു. ഹല്ലേലൂയ 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 യേശു 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 അവിടുത്തെ കൃപ ഒഴുകണം, അവിടുത്തെ കരുണ ഒഴുകണം, അവിടുത്തെ കൃപ ഒഴുകണം. അവിടുത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഭിഷേകം നൽകണം, അഭിഷേകം നൽകണം, ആത്മാവ് അഭിഷേകം നൽകണം, അഭിഷേകം നൽകണം. ജ്ഞാനസ്നാനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് പരിശുദ്ധാത്മാവ് അവിടുത്തെ അഭിഷേകത്താൽ ഞങ്ങൾ നിറയ്ക്കണം, അവിടുത്തെ വരങ്ങളാലും ദാനങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തിന്റെ മേഖലയിൽ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ, ഞങ്ങളുടെ ജോലി മേഖലകളിൽ, ഞങ്ങളുടെ രോഗത്തിന്റെ മേഖലകളിൽ കർത്താവെ അവിടുന്ന് ഇടപെടണമേ. വിശുദ്ധാത്മാവ് അവിടുത്തെ ശക്തി നൽകണം, അവിടുത്തെ അഭിഷേകം നൽകണം. കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവെ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു 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 യേശു. നമുക്ക് ഏറ്റുചൊല്ലാം. സ്നേഹനിധിയായ നല്ല തമ്പുരാനെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പാപികളും ബലഹീനരുമായ അടിയങ്ങളെ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ അങ്ങ് എളിമപ്പെടുത്തണമേ. അങ്ങയുടെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അവിടുന്ന് കടാക്ഷിക്കണമേ. ഹൃദയങ്ങൾ അറിയുന്ന നല്ല തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ജീവിത മേഖലകളിലേക്കും അവിടുത്തെ കൃപ ധാരാളമായി ചൊരിയണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ. ലോകത്ത് സമാധാനവും ശാന്തിയും വർദ്ധിപ്പിക്കണമേ. സഭയിൽ ഐക്യവും വിശുദ്ധിയും വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ഭരണാധിപന്മാർക്ക് നീതിബോധവും നന്മയും നൽകണമേ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആത്മാക്കൾക്ക് നിത്യാശ്വാസം നൽകണമേ. പരിശുദ്ധ അമ്മേ, മാലാഖമാരെ, വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ. ഈ ലോകത്ത് ഇന്ന് അർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനകളുടെ യോഗ്യതയാൽ പിതാവായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നിയോഗങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ. ആമേൻ. Virutai